നെക്സ്റ്റ് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്ഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്ഷൻ എന്താ പറയുന്നത്? ചൈൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്, ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മെയിൻലി രണ്ട് ഡയറക്ഷനിൽ ഉണ്ടാവുന്നതെന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെഡ് ടു ടോ ഡയറക്ഷൻ എന്നാ പറയുന്നത്. ഓക്കെ, ഹെഡ് ടു ടോ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ആദ്യം തല, അല്ലെ, ഏറ്റവും കോൺസെൻട്രേഷൻ ആദ്യം വളരുന്നത് തലയാണ്. തല കഴിഞ്ഞ് പയ്യെ താഴോട്ട് താഴോട്ട്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഒരു കുഞ്ഞിന്റെ ഏറ്റവും ഫസ്റ്റ് അറ്റൈൻമെന്റ് എന്താണ്? തല ഉറക്കുക എന്നുള്ളത്, അല്ലെ? ആദ്യം ഒരു കുഞ്ഞിനെ എടുക്കുമ്പോൾ നമ്മൾ പറയും തല ഉറച്ചിട്ടില്ല, സൂക്ഷിച്ചു പിടിക്കണേ എന്ന് പറയും, അല്ലെ? അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിയുമ്പം തല ഉറച്ചു കഴിഞ്ഞിട്ടാണ് കുഞ്ഞു പയ്യെ എന്ത് ചെയ്യുന്നത്? കമിഴാൻ നോക്കുന്നത്, ബാക്കി ബോഡിയുടെ മൂവ്മെന്റ്സിലോട്ട് വരുന്നത്. സോ ആദ്യം അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ആ തല ഉറക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതെന്താണ്? ആ ഒരു അപ്രോച്ചിനെ എന്താ പറയുന്നത്? ഹെഡ് ടു ടോ ഡയറക്ഷൻ എന്നാ പറയുന്നത്, അല്ലെങ്കിൽ സിഫാലോകോഡൽ ടെൻഡൻസി എന്നാണ് പറയുന്നത്. സിഫാലോകോഡൽ ടെൻഡൻസി. പിന്നെ വേറൊരു രീതിയും കൂടി ഉണ്ട്. ഏതാണത്? സെന്റർ ഓഫ് ദ ബോഡി ടു പെരിഫറൽസ്, അതായത് പ്രോക്സിമോ ഡിസ്റ്റന്റ് ടെൻഡൻസി എന്ന് പറയുന്നതാണ്. പ്രോക്സിമോ ഡിസ്റ്റൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് ദ ബോഡിയിൽ നിന്ന് പെരിഫറൽസിലോട്ട്, അതായത് ബാക്കി ഭാഗങ്ങളിലോട്ട് പോകുന്നത്. അപ്പൊ സെന്റർ ഓഫ് ദ ബോഡി, ഇപ്പൊ അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ പല്ല് വളരുന്നത് നോക്കുക. പല്ല് ആദ്യം എവിടെയാ വരുന്നത്? സെന്ററിലെ 2 ടീത്താ വരുന്നത്, അല്ലെ? സെന്ററിലെ 2 ടീത്ത് വന്നിട്ട് അത് എങ്ങോട്ട് പോകും? അകത്തെ പല്ലുകൾ വന്നുകൊണ്ടിരിക്കും. സോ ഇതിനെ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റിനെ പറയുന്നതാണ് എന്ത്? പ്രോക്സിമോ ഡിസ്റ്റൽ ടെൻഡൻസി. അപ്പൊ ഡെവലപ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഒന്നുകിൽ അത് സീലോകോഡൽ ആകാം, അല്ലെങ്കിൽ പ്രോക്സിമോ ഡിസ്റ്റൽ ടെൻഡൻസി ആകാം. സോ രണ്ട് ഡയറക്ഷനിലും നമ്മുടെ ബോഡി വളരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ വികാസമുണ്ട്. ഹെഡ് ടു ടോ ഡയറക്ഷൻ, അല്ലെങ്കിൽ സെന്റർ ഓഫ് ദ ബോഡി ടു പെരിഫറൽ ഡയറക്ഷൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്താ? പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ജനറൽ ടു സ്പെസിഫിക് സ്കില്ലാണ് ഗ്രോത്ത് എന്ന് പറഞ്ഞു, അല്ലെ? അതിന്റെ വേറെ മീനിങ് എന്താണ്? എല്ലാ ഡൊമെയിൻസും കൂടെ വരുന്നതാണ് നമ്മുടെ എന്താണ്? ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്കിൽ. ഇപ്പൊ നമ്മൾ റൈറ്റ് ചെയ്യുന്ന സ്കിൽ എന്ന് വെച്ചു. റൈറ്റ് ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു, പെന്ന് പിടിക്കണമെങ്കിൽ ആദ്യം എങ്ങനെയാ കുഞ്ഞ് പിടിക്കുന്നത്? എല്ലാ ബോഡിയും കൂടെ യൂസ് ചെയ്തിട്ട് പിന്നെ പയ്യെ ഫൈൻ മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് പെന്ന് പിടിച്ചു. പക്ഷെ ഈ പെന്ന് പിടിച്ചിട്ട് എന്താ എഴുതേണ്ടതെന്ന് എങ്ങനെയാ അറിയുന്നത്? അതിന് നമുക്ക് എന്തിന്റെ ഡെവലപ്മെന്റും കൂടെ വേണം? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വേണം, ലാംഗ്വേജ് സ്കിൽസ് വേണം, അല്ലെ? സോ ഈ ഒരു സ്കിൽ എല്ലാത്തിന്റെയും ഒരു ഇന്റഗ്രേഷൻ ആണ് എന്ത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഡെവലപ്മെന്റ് ഇസ് വാട്ട്? ദർ ഇസ് ആൻ ഇന്റഗ്രേഷൻ ഓഫ് വേരിയസ് ഡൊമൈൻസ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർ റിലേഷൻ എന്നാ പറയുന്നത്. ഇന്റർ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ മാത്രമല്ല, ബാക്കി ഏരിയസിലും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഒരു ഡിഫറെന്റ് ഏരിയാസിലുള്ള ഡെവലപ്മെന്റ് തമ്മിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫിസിക്കൽ ഡെവലപ്മെന്റും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും എല്ലാം ഉണ്ട്. ഇപ്പൊ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് സോഷ്യൽ സ്കിൽസ് കുറയാം, അല്ലെ? ഫിസിക്കലി ചാലഞ്ച്ഡ് ആയി, ആ കുട്ടിക്ക് പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല, സോഷ്യൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് കുറവാണ്, കുട്ടിക്ക് കിട്ടുന്ന എൻവയോൺമെന്റൽ എക്സ്പോഷർ കുറവാണ്. അപ്പൊ എന്ത് വരാം? ആ കുട്ടിക്ക് ഇമോഷണൽ ഇംബാലൻസ് വരാം, സോഷ്യൽ സ്കിൽസ് പുറകോട്ട് നിൽക്കാം, അല്ലെ? സോ ഇതെല്ലാം എന്താണ്? റിലേറ്റഡ് ആണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിരുന്നു, അല്ലെ? സോ നമ്മൾ പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റ് എന്താണെന്ന്? അത് ഇന്റർ റിലേറ്റഡുമാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ഒരു എന്താ പറയാ, മെച്ചുറേഷൻ എത്തിക്കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ പറഞ്ഞു ഡെവലപ്മെന്റ് ഡെഫിനിഷനിൽ തന്നെ നമ്മൾ പറഞ്ഞു എന്താ? പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ് ആണെന്ന് പറഞ്ഞു, അല്ലെ? സീരീസ് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഓർഡർലി ആൻഡ് ഇൻ എ പ്രെഡിക്റ്റബിൾ പാറ്റേൺ എന്നാ പറഞ്ഞത്. ആൻഡ് ഇത് എങ്ങനെയാ ഉണ്ടാകുന്നത് എന്നാ പറഞ്ഞത്? ഡെവലപ്മെന്റ് ഇസ് ഫ്രം മെച്ചുറേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേണിംഗ് എക്സ്പീരിയൻസസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഒരു ബോഡിയുടെ മെച്ചുറേഷനും പിന്നെ നമ്മുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ നിന്ന് കിട്ടുന്ന ലേണിങ്ങും. ഇത് രണ്ടും കൂടെ കൂടിയതാണ് എന്ത്? നമ്മുടെ ഡെവലപ്മെന്റ്. നെക്സ്റ്റ് പറയുന്നത് എന്താ? പ്രിൻസിപ്പിൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ജീൻസിൽ കൂടെ കിട്ടിയ നമ്മുടെ IQ, അല്ലെ? നമ്മളിപ്പം കോഗ്നിറ്റീവ് സ്കിൽസ് ആ സംസാരിക്കുന്നെങ്കിൽ നമ്മുടെ ജീൻസിൽ കൂടെ കിട്ടിയ നമ്മുടെ IQ-വും നമ്മളുടെ ചുറ്റുപാടുകൾ നമ്മളെ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യുന്നത്, ഇത് രണ്ടും കൂടെ ചേർന്നതായിരിക്കും എന്ത്? നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, സോ പ്രിൻസിപ്പിൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഈ ഹെറിഡിറ്റിയും എൻവയോൺമെന്റിന്റെയും ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ലീനിയർ വേഴ്സസ് സ്പൈറൽ. പ്രിൻസിപ്പിൾ ഓഫ് ലീനിയർ വേഴ്സസ് സ്പൈറൽ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ലീനിയർ അല്ല. ഓക്കെ, ലീനിയർ സ്കെയിലല്ല പോകുന്നത്. നമ്മൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തു, പയ്യെ അത് പ്രൊസീഡ് ചെയ്തു, അതിനൊരു മെച്യൂരിറ്റി വന്നു, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്കില്ല് പയ്യെ അതിന്റെ മേളിൽ ബിൽഡ് ചെയ്യുക ചെയ്യുന്നത്, അല്ലെ?
ഒറ്റയടിക്ക് സ്കിൽസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ബിൽഡ് ചെയ്ത് പോവാണോ? അല്ല. എന്താ ചെയ്യുന്നത്? ഓരോ സ്കിൽസും പയ്യെ പയ്യെ ഡെവലപ്പ് ചെയ്യാണ്. അതായത് ഓരോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുമ്പോഴും എല്ലാ ഡെവലപ്മെന്റൽ ഡൊമെയിൻസിലും, എല്ലാ ഡെവലപ്മെന്റൽ ഡൊമെയിൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഡൊമെയിൻ ഉണ്ട്, നമ്മുടെ എന്താ പറയാ ഇമോഷണൽ ഡൊമെയിൻ ഉണ്ട്, മോറൽ, എല്ലാ ഡെവലപ്മെന്റൽ ഡൊമെയിൻസിനെയും അത് എന്ത് ചെയ്തു? എംപവർ ചെയ്തു അല്ലെങ്കിൽ അഫക്ട് ചെയ്തു അല്ലെ? എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ പറയുന്നത് എന്താണ്? അത് സ്പൈറൽ വേ ഓഫ് ഡെവലപ്മെന്റ് എന്നാ പറയുന്നത്. ദാൻ എന്താണ്? ഒരു ലീനിയർ പെട്ടെന്ന് പെട്ടെന്ന് കയറി കയറി പോകുന്ന പോലെ, സ്റ്റെയർ കേസ് കയറി പോകുന്ന പോലെ അല്ല, പയ്യെ പയ്യെയാണ് ഈ ഒരു ഡൊമൈൻ എല്ലാം ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. പിന്നെ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് പ്രഡിക്റ്റബിലിറ്റി. സോറി, ഇവിടെ അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് എഴുതിയിരിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്രഡിക്റ്റബിലിറ്റി ആണ്. പ്രഡിക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും അല്ലെ? നമുക്കൊരു പാറ്റേൺ, നമുക്കറിയാം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഫോളോ. നമ്മൾ എന്താ പറയാ, നടന്നു തുടങ്ങുന്നതിന് മുന്നേ മുട്ടിലെഴയും അല്ലെങ്കിൽ പിടിച്ചു നിൽക്കും എന്ന് നമുക്കറിയാം അല്ലെ? സോ പെട്ടെന്ന് പിടിച്ചു നിന്ന അല്ലെങ്കിൽ മുട്ടിലഴിഞ്ഞ കുഞ്ഞിനെ നമ്മൾ എന്ത് പറയും? ഇവൻ പെട്ടെന്ന് നടക്കുമായിരിക്കും അല്ലെ, ഇനിയിപ്പോ അടുത്ത മാസം തന്നെ ഇവൻ ഓടി വരുമായിരിക്കും എന്ന് നമ്മൾ പറയും. അതായത് നമുക്കൊരു പാറ്റേൺ അറിയാമായോണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. സോ ഇറ്റ് ഹാസ് എ പ്രിൻസിപ്പിൾ ഓഫ് അൺപ്രഡിക്റ്റബിലിറ്റി അല്ല, പ്രഡിക്റ്റബിലിറ്റി. ഓക്കെ,